വെൽക്കം ബാക്ക് ടു മനോരമ ഹൊറൈസൺ. നമുക്ക് ഇന്നൊരു ചെറിയ സെഷൻ മതി അല്ലെ? ഇന്നത്തെ സെഷനിൽ നമ്മൾ ഒരു കൺക്ലൂഡിങ് സെഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ പ്ലാന്റ്സിന്റെ ഗ്രോത്തും നമ്മൾ ആനിമൽസിന്റെ ഗ്രോത്ത് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു കുട്ടി മരത്തെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കണം എന്നൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചു വരുന്നത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. ഇതില് ഒരു ആനിമൽ, ഇപ്പം മനുഷ്യരെന്ന് പറയുന്നത് നമുക്കൊരു ആനിമലായിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ? ആനിമലും ഒരു പ്ലാന്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണ്? ഒരു പ്ലാന്റും ഒരു ആനിമലും തമ്മിലുള്ള ബേസിക് വിത്ത് റെസ്പെക്ട് ടു ഗ്രോത്തിന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ ഒരു പ്ലാന്റും ഒരു ആനിമലും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താ? ഒബ്വിയസ്ലി നമ്മൾ പറയും പ്ലാന്റിന്റെ ഗ്രോത്ത് സംബന്ധിച്ച് നോക്കുമ്പോൾ പ്ലാന്റ് അവരുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? അവരുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ ശമനമൊന്നുമില്ല, അത് നിക്കത്തൊന്നുമില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് അവരവരുടെ ജീവിതകാലം മൊത്തം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മുടെ കേസ് അങ്ങനെയാണോ? നമ്മൾ ഒരു പ്രായം എത്തുമ്പോൾ നമ്മുടെ വളർച്ച ഒക്കെ നിൽക്കും അല്ലെ? നമ്മളൊരു പ്രായം എത്തി കഴിയുമ്പം ഇത്രയൊക്കെ നീ വളർന്നാൽ മതി. നമ്മുടെ ബോഡി, നമുക്ക് ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ പൊക്കം വെക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡി, ഒരുപാട് വളർച്ചകൾ നമ്മുടെ ബോഡിക്ക് സംഭവിക്കും. പക്ഷേ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുമോ? ഇല്ല. പിന്നെ പതിയെ അതൊക്കെ ഉള്ളത് വെച്ച് യൂസ് ചെയ്ത് നമ്മൾ അങ്ങ് ജീവിക്കും, അതല്ലേ? അപ്പൊ ഗ്രോത്തിനെ വെച്ച് നോക്കുമ്പോൾ, ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ വെച്ച് നോക്കുമ്പോൾ പ്ലാന്റ്സിന്റെ കേസിൽ ദേ കണ്ടിന്യൂസ്ലി ഗ്രോ ത്രൂ ഔട്ട് ദെയർ ലൈഫ്. പക്ഷേ ഒരു അപ് ടു എ സർട്ടൻ ഏജ് മാത്രമേ ഹ്യൂമൻസിന്റെ കേസിൽ അല്ലെങ്കിൽ ആനിമൽസിന്റെ കേസിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നിൽക്കും. പിന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് സെൽസിനെ വെച്ച് നോക്കാം. നമ്മുടെ ആനിമൽസിന് പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഗ്രോത്ത് സെൽ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സെല്ലുണ്ടോ? വി ഡോണ്ട് ഹാവ് ദാറ്റ്. പക്ഷേ പ്ലാന്റ്സിന്റെ കേസിൽ ചില പോയിന്റ്സിൽ മാത്രം ദേ ഡു ഹാവ് എ സ്പെഷ്യൽ സെൽസ്, ദേ ഡു ഹാവ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. അതിനെ നമ്മൾ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നു. ഓക്കെ, മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നു. സോ നമ്മൾ പറഞ്ഞു ആനിമൽസിന്റെ കേസും പ്ലാന്റ്സിന്റെ കേസും പറഞ്ഞു. ആനിമൽസിന്റെ കേസിൽ ദേ ഗ്രോ only up to a certain age, certain stage. ഒരു certain സ്റ്റേജ് വരെ മാത്രമേ അവരുടെ ബോഡിയിൽ ഗ്രോത്ത് നടക്കുകയുള്ളൂ. പക്ഷേ പ്ലാന്റ്സിന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ ദേ ഗ്രോ ത്രൂ ഔട്ട് ദെയർ ലൈഫ്. അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. സോ അതെങ്ങനെ സാധ്യമാകുന്നത്? ദേ ഹാവ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെൽസ്. അതിനെയാണ് മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് പ്ലാന്റ്സിന്റെ എല്ലാ റീജിയനിലും കാണില്ല. ഓക്കെ, ആ ഒരു സർട്ടൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ സർട്ടൻ പോയിന്റ്സിൽ മാത്രമേ ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് കാണാൻ പറ്റുള്ളൂ. മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസ് എന്നാണ്. മനസ്സിലായോ? പക്ഷെ ആനിമൽസിന് അങ്ങനെ മെരിസ്റ്റമാറ്റിക് സെൽസ് പോലത്തെ സെൽസ് ഒന്നും അവർക്കില്ല. ദേ ഡു നോട്ട് ഹാവ് പെർട്ടിക്കുലർ ഗ്രോത്ത് സെൽസ്. അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഇന്ന പോയിന്റിൽ മാത്രം ഗ്രോത്ത് നടക്കുന്ന അങ്ങനത്തെ സെൽസ് ഒന്നും ഇവർക്കില്ല. ഓക്കെ, സോ ദീസ് ആർ ദി ബേസിക് ടു ഡിഫറൻസസ് ബിറ്റ്വീൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദെയർ ഗ്രോത്ത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. നമ്മൾ പറഞ്ഞു മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെൽസ് വഴിയാണ് പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുന്നത്. അപ്പൊ ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് നമ്മൾ പറഞ്ഞു പെർട്ടിക്കുലർ പോയിന്റ്സിലാന്ന് പറഞ്ഞു. അത് ഏതൊക്കെ പോയിന്റ്സിലാണ് മെരിസ്റ്റമാറ്റിക് സെൽസ് കാണുക എന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് ദിസ് മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ ഡിവൈഡഡ് ഇൻടു ഡിഫറെന്റ് കൈൻഡ്സ്. ഒരു 3 കൈൻഡ് ഉണ്ട്. ആ 3 ടൈപ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. ഫസ്റ്റ് ഒരു കാറ്റഗറി ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് എപ്പിക്കൽ മെരിസ്റ്റം ആണ്. എപ്പിക്കൽ മെരിസ്റ്റം. സോ ഫസ്റ്റ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എപ്പിക്കൽ മെരിസ്റ്റം ആണ്. ഈ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ അപ്പെക്സിൽ മാത്രം, അപ്പെക്സ് എന്ന് പറയുന്നത് ടിപ്പ് അല്ലെ? ഒരു ടിപ്പിൽ മാത്രം കാണുന്ന മെരിസ്റ്റം ഉണ്ട്, ഡിവൈഡിങ് സെൽസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഈ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് ഷൂട്ടിലും കാണും, റൂട്ടിലും കാണും. റൂട്ടിനും ഉണ്ടല്ലോ ഒരു എപ്പക്സ് ഒക്കെ അല്ലെ? റൂട്ടിനും ഉണ്ട് ഒരു ടിപ്പൊക്കെ. ആ റൂട്ടിന്റെ ടിപ്പില് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റവും കാണും, ഷൂട്ടിന്റെ ടിപ്പില് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റവും കാണും. Okay, so the first category of meristematic cells is
എപ്പിക്കൽ മെരിസ്റ്റം. അത് ഷൂട്ടിലും കാണും റൂട്ടിലും കാണും. ഷൂട്ടിന്റെ ടിപ്പിൽ കാണുന്ന മെരിസ്റ്റമാറ്റിക് സെൽസിനെ എന്ത് വിളിക്കും? ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം, ഓർ ഇറ്റ് ഈസ് അബ്രിവിയേറ്റഡ് ആസ് സാം. ആൻഡ് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഇസ് അബ്രിവിയേറ്റഡ് ആസ് റാം. ഓക്കെ, മനസ്സിലായോ? ആൻഡ് ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് സെല്ലുണ്ട്, മെരിസ്റ്റമാറ്റിക് സെല്ല്. അതിനെ നമ്മൾ ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്റർ കാലറി മെരിസ്റ്റം നമുക്കറിയാം, നമ്മുടെ പ്ലാന്റ്സിൽ ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന, ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഫ് ഉണ്ടായി വരുന്ന ഒരു സ്പേസ് ഉണ്ട് അല്ലെ? ആ ഒരു റീജിയനെ നമ്മൾ എന്താ വിളിക്കുക? നോഡ് എന്ന് വിളിക്കും അല്ലെ? നോഡൽ റീജിയൻ എന്ന് വിളിക്കും. സോ ഈ നോഡ്സിലൊക്കെ കാണുന്ന, ഒരു ഇന്റർനോഡിലൊക്കെ കാണുന്ന അവിടെയും കുറച്ച് മെരിസ്റ്റമാറ്റിക് ഡിവൈഡിങ് സെൽസ് ഉണ്ടാവും. ഓക്കെ, സോ ആ നോഡൽ റീജിയനിൽ കാണുന്ന ഡിവൈഡിങ് സെൽസിനെയാണ് നമ്മൾ ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർ കാലറി മെരിസ്റ്റം. ഇനി വേറൊരു ടൈപ്പ് ഓഫ് മെരിസ്റ്റം ഉണ്ട്, അതാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത് ഈ സൈഡ്സിൽ, ഇപ്പൊ ഒരു സ്റ്റെം എടുത്താൽ ഇതിന്റെ സൈഡ്സിൽ കാണുന്ന മെരിസ്റ്റം ഉണ്ട്. ലാറ്ററൽ റീജിയണിൽ, ലാറ്ററൽ സൈഡ്സിൽ കാണുന്ന മെരിസ്റ്റം ഉണ്ട്. അതിനെയാണ് നമ്മൾ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ത്രീ ടൈപ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ്. എന്താണ് മെരിസ്റ്റമാറ്റിക് സെൽസ്? ഗ്രൂപ്പ് ഓഫ് ഡിവൈഡിങ് സെൽസ്, അൺഡിഫറൻഷിയേറ്റഡ് ഗ്രൂപ്പ് ഓഫ് ഡിവൈഡിങ് സെൽസ്. അങ്ങനെ ഡിഫറൻസിയേഷൻ സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇങ്ങനെ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ട് ചുമ്മാ കുറെ സെൽസ് ഉണ്ട്, ഇവരിങ്ങനെ ജീവിതകാലം മൊത്തം ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രോത്ത് അല്ല ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ അങ്ങനെയുള്ള സെൽസിനാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. സോ ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ്: എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം ഷൂട്ടിലും കാണും റൂട്ടിലും കാണും. ദാറ്റ് ഈസ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം റെസ്പെക്റ്റീവ്ലി. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. സോ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് ഡിവൈഡ് കണ്ടിന്യൂസ്ലി. കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദേ ഡിവൈഡ് കണ്ടിന്യൂസ്ലി ടു ഫോം ന്യൂ സെൽസ്. പുതിയ സെൽസ് ആവാൻ വേണ്ടിയിട്ട് ഇവർ പിന്നെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, അവർ നിൽക്കത്തില്ല. ഓക്കെ, അതാണ് മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ കണ്ടു, എപ്പിക്കൽ മെരിസ്റ്റം. ഇറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദി ഗ്രോയിങ് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ് ആൻഡ് ഇൻക്രീസസ് ദി ലെങ്ത് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. അതായത് സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും അറ്റത്താണ് ഇത് കാണുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ലെങ്ത് കൂടുകയല്ലേ ചെയ്യുക അല്ലെ? സ്റ്റെമ്മിന്റെ ലെങ്ത് കൂടും, റൂട്ടിന്റെ ലെങ്ത്തും കൂടും. സെൽസ് ഡിവൈഡ് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ ലെങ്ത് കൂടും അല്ലെ? സോ ദാറ്റ് ഈസ് എപ്പിക്കൽ മെരിസ്റ്റം. The next one is intercalary meristem, located at internodes. നമ്മൾ പറഞ്ഞു ഇന്റർനോഡ്സിലായിരിക്കും കാണുക. It helps in the increasing the length of internode. ഇന്റർനോഡിന്റെ ലെങ്തിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇന്റർകാലറി മെരിസ്റ്റം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, and the next type of meristem is lateral meristem. Lateral meristem is present on the lateral side. രണ്ട് സൈഡ്സിലായിട്ടാണ്, രണ്ട് സൈഡ്സ് അല്ല, ഇപ്പൊ ഒരു സ്റ്റെം എടുത്താൽ അതിന്റെ സൈഡ് റീജിയൻസിലായിരിക്കും കാണുക ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് എ പ്ലാന്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദി തിക്നെസ്. അതായത് ഇപ്പം സൈഡിൽ, ഇപ്പം നമുക്കൊരു സ്റ്റെം കൺസിഡർ ചെയ്താല്, ഓക്കെ, ഈ സൈഡ്സിൽ ഫുള്ള് ഈ ലാറ്ററൽ മെരിസ്റ്റമാ പ്രസന്റ് ആയിട്ടിരിക്കുക. ഈ ലാറ്ററൽ മെരിസ്റ്റം ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്റ്റെം ഇങ്ങനെ വലുതാവും, സ്റ്റെമ്മിന്റെ വീതി കൂടുക. ഇറ്റ് ഇൻക്രീസസ് ദി ഗർത്ത് ഓഫ് ദി സ്റ്റെം. ആ ഒരു സ്റ്റെമ്മിന്റെ വീതിനെയാണ് നമ്മൾ ഗർത്ത് എന്ന് പറയുന്നത്, ഗർത്ത്. ഓക്കെ, അപ്പം ലാറ്ററൽ മെരിസ്റ്റം ആണ് ഒരു സ്റ്റെമ്മിന്റെ ഗർത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. ഒരു സ്റ്റെമ്മിന്റെ ഭയങ്കര സ്റ്റെം ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര നീളത്തിൽ അങ്ങ് പോകുന്നതിന് അവിടെ നമ്മൾ എന്താ പറയാ, അങ്ങനെ നീളത്തിൽ വളർന്നു പോകുന്നതിന് റെസ്പോൺസിബിൾ ആരാ അവിടെ? ഇന്റർകാലറി മെരിസ്റ്റമാ അല്ലെ? കാരണം ഇന്റർനോഡിന്റെ ഇലോങ്ങേഷൻ അവിടെ സംഭവിക്കുന്നത്. സോ ഇന്റർകാലറി മെരിസ്റ്റം അതിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ലാറ്ററൽ മെരിസ്റ്റം വീതി കൂടാൻ വേണ്ടി അല്ലെങ്കിൽ ഗർത്ത് കൂടാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും, സ്റ്റെമ്മിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ഡൗട്ട്. ആ കുട്ടിയുടെ രണ്ട് സൈഡിലായിട്ട് ഒരു മോണോക്കോട്ട് നിപ്പുണ്ട്, ഒരു ഡൈക്കോട്ട് നിപ്പുണ്ട്. ഇതിനകത്ത് മോണോക്കോട്ട് ഏതാ? ഈ തെങ്ങല്ലേ. ഇതിനകത്ത് ഡൈക്കോട്ട് ഏതാ? ഈ മഗ്നോളിയ അല്ലേ? ഓക്കെ, സോ ഒരു മോണോക്കോട്ടും ഡൈക്കോട്ടും കണ്ട് കൊച്ചിങ്ങനെ വണ്ടടിച്ച് നിൽക്കുക. കൊച്ചിന്റെ മനസ്സിൽ ഒരു ഡൗട്ട് വന്നു. ആ ഡൗട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദീസ് ഇൻക്രീസസ് ഇൻ ലെങ്ത് മോർ ഫാസ്റ്റർ?
പെട്ടെന്ന് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടെ മോണോകോട്ടിനാണോ ഡൈക്കോട്ടിനാണോ? പെട്ടെന്ന് കാഴ്ച തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മോണോകോട്ടിനാണ് അല്ലെ. തെങ്ങ് അങ്ങ് ഷൂ എന്ന് പറഞ്ഞ് അങ്ങ് വളർന്നു പോവാ. അത് എന്തുകൊണ്ടായി തെങ്ങ് മാത്രം പെട്ടെന്ന് ഇങ്ങനെ മോണോകോട്ട്സ് മാത്രം, തെങ്ങ്, കമുക് ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് വളർന്നു പോകുന്നത്? ലെങ്ത് അവർക്ക് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ, ഗർത്ത് അവർക്ക് ഇൻക്രീസ് ചെയ്യുന്നില്ല അല്ലെ. അത് എന്തുകൊണ്ട് അങ്ങനെ ലെങ്ത് മാത്രം ഇൻക്രീസ് ചെയ്ത് പോകാൻ കാര്യം? അവിടെ ഒരു മെരിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ആ മെരിസ്റ്റം ആണ് ഇന്റർകാലറി മെരിസ്റ്റം. ഓക്കെ, ഇന്റർകാലറി മെരിസ്റ്റം. Yes, so the stem of monocots increases in length faster than dicots. Dicotsനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മോണോകോട്ടിന്റെ സ്റ്റെം എന്ന് പറയുന്നത് പെട്ടെന്ന് ലെങ്ത് ഇങ്ങനെ ഫാസ്റ്റർ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ കാരണക്കാരനാണ് ഇന്റർകാലറി മെരിസ്റ്റം. ഇറ്റ് ഈസ് സീൻ എബൌ ദി നോട്ട്സ് ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്. ഒരു മോണോകോട്ട് പ്ലാന്റിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ നോട്ട്സിന്റെ ഒക്കെ തൊട്ട് മുകളിലായിട്ടായിരിക്കും ഇന്റർകാലറി മെരിസ്റ്റം കാണുന്നത്. അപ്പൊ അത് ഇന്റർനോഡൽ റീജിയന്റെ ഇലോങ്ങേഷന് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് സ്റ്റെം ഓഫ് മോണോകോട്ട്സ്. മനസ്സിലായോ? ഇനി ആ കുട്ടിക്ക് തന്നെ വേറൊരു ഡൗട്ടും കൂടെ വന്നു. അതും കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് കൊടുത്താലോ? റെഡി അല്ലേ? വിച്ച് ഓഫ് ദീസ് ഇൻക്രീസസ് ഇൻ ഗർത്ത് മോർ ഫാസ്റ്റർ? ഇത് മോണോകോട്ടാണ്, ഇത് ഡൈക്കോട്ടാണ്. ഡൈക്കോട്ടിനാണോ മോണോകോട്ടിനാണോ ഗർത്ത് ഇൻക്രീസ് ചെയ്യുക, അതായത് ആ സ്റ്റെമ്മിന്റെ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്? ആർക്കായിരിക്കും? ഒരു സംശയവും ഇല്ല, ഡൈക്കോട്ടിനാണ് അല്ലെ. മോണോകോട്ടിനെ നമ്മൾ തെങ്ങ് കൺസിഡർ ചെയ്യുക, അതിന്റെ ഗർത്ത് ഒക്കെ ഇത് ഭയങ്കര കൂടുതലാണോ ഡൈക്കോട്ടിനെ വെച്ച് നോക്കുമ്പോൾ? അല്ലല്ലോ. സോ the girth is more, the increase of girth is more faster in dicots than monocots. The stem of monocots does not increase in its girth beyond an extent. മോണോകോട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ ഗർത്ത് ഒരു എക്സ്റ്റെന്റ്, ഒരു പരിധി വരെ കൂടും. പക്ഷെ ആ പരിധി കഴിഞ്ഞ് അവർക്ക് കൂടില്ല. അത് എന്തുകൊണ്ടാ? ബിക്കോസ് അവിടെ ലാറ്ററൽ മെരിസ്റ്റം അവർക്ക് ആബ്സെന്റ് ആണ്. മോണോകോട്സിന്റെ കേസിൽ നമ്മൾ എന്താണ് ലാറ്ററൽ മെരിസ്റ്റം എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. സൈഡ്സിൽ കാണുന്ന മെരിസ്റ്റമിനെയാണ് നമ്മൾ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈഡ്സിൽ കാണുന്ന മെരിസ്റ്റം അവിടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് ഇങ്ങോട്ടേക്ക് വളരുമോ? സൈഡ്സിലോട്ട് വളരുമോ? ഇല്ല. സോ അതുകൊണ്ടാണ് ദ സ്റ്റെം ഓഫ് മോണോകോട്സ് ഡസ് നോട്ട് ഇൻക്രീസ് ഇറ്റ്സ് ഗർത്ത് ബിയോണ്ട് ആൻ എക്സ്റ്റെന്റ്. ഒരു പരിധി കഴിഞ്ഞാൽ ഇത് കൂടാൻ പറ്റത്തില്ല. ബിക്കോസ് lateral meristem is absent in case of monocot plants. ഓക്കെ, അപ്പൊ നമ്മള് പ്ലാന്റ്സിന്റെ കേസിൽ എങ്ങനെയാണ് ഗ്രോത്ത് നടക്കുന്നത് എന്നുള്ള കേസൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മളൊരു യൂണിസെല്ലുലാർ ഓർഗൻസ്, പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ് അല്ലെ. ആനിമൽസും ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. പക്ഷെ നമുക്കൊരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഒന്ന് കൺസിഡർ ചെയ്താലോ? ഫോർ എക്സാമ്പിൾ നമുക്കൊരു അമീബേനെ കൺസിഡർ ചെയ്താലോ? അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, ഒറ്റ സെല്ലേ ഉള്ളൂ. അവരുടെ ഷേപ്പിന്റെ പ്രത്യേകത കൊണ്ടാണ് അതിനെ അമീബ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. സോ ഈ അമീബയിലൊക്കെ എങ്ങനെയാണ് ഗ്രോത്ത് നടക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോ കാണാം. ഇത് കണ്ടോ, ഇവിടെ ഒരു സൈക്കിൾ തന്നേക്കാം. ഇതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ? ഇതാണ് മദർ അമീബ. ഓക്കെ, ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു അമീബ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് അവരിൽ ഗ്രോത്ത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യം ദേ ഹാവ് ഒരു ലെഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, സ്യൂഡോപോഡിയ എന്ന് പറയുന്ന. ഇതിനെയാണ് സ്യൂഡോപോഡിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ പതിയെ അവർ ഉള്ളിലോട്ട് ഇങ്ങനെ വലിക്കും. ആർ പുൾഡ് ഇൻ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്യൂഡോപോഡിയ നോക്കിയാൽ കാണാം, ഇത് നല്ലോണം പുറത്തോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് ഗ്രോത്ത് നടക്കാതാവുമ്പം ഈ അമീബ അവരുടെ സ്യൂഡോപോഡിയനെ ഉള്ളിലോട്ട് പതിയെ ഇങ്ങനെ കൊണ്ടുവരും. ഈ ആമ അവരുടെ തല ഉള്ളിലോട്ട് വലിക്കുന്ന പോലെ പതിയെ അവരുടെ സ്യൂഡോപോഡിയ ദേ വിൽ ബി പുൾഡ് ഇൻ. ഓക്കെ, എന്നിട്ട് അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് അവരുടെ ന്യൂക്ലിയസ്. ദിസ് ഇസ് ദർ ന്യൂക്ലിയസ്. ഓക്കെ, ദിസ് ഇസ് ദർ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് പതിയെ ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് നടക്കുന്ന ഡിവിഷൻ ന്യൂക്ലിയസിന്റെ. ഓക്കെ, ന്യൂക്ലിയസ് പതിയെ ഡിവൈഡ് ചെയ്യും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയസ് വിൽ ബി ഡിവൈഡഡ് ഇൻടു 2. ആൻഡ് ആ ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്താൽ രണ്ടാവോ? രണ്ട് ഓർഗാനിസം ആവുമോ? ഇല്ല. അപ്പൊ അടുത്ത സ്റ്റേജ് നടക്കുന്നതാണ് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ഇവരുടെ സൈറ്റോപ്ലാസം അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പോ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഓരോ സെല്ലിലും അവിടെ ഓരോ ന്യൂക്ലിയസ് വീതം ഉണ്ട്. സോ അവിടെ 2 അമീബ ഫോം ആയി. ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രോത്തിനെയാണ് നമ്മള് ബൈനറി ഫിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബൈനറി. എന്തുകൊണ്ടാ ബൈനറി എന്ന് പറയാൻ കാര്യം? എന്തുകൊണ്ടാ? 2
ഒരു മദർ അമീബ ഫൈനലി വന്നപ്പോ അവിടെ 2 അമീബ ആയിട്ട് മാറി. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബൈനറി ഫിഷൻ എന്ന് വിളിക്കുന്നത്. ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ. ഓക്കെ, സോ that is why it is called the growth in amoeba is called binary fission. Okay, so this is about the growth in unicellular organism. Okay, so in unicellular organisms, when the mother cells is fully mature, mother cells fully mature ആയിട്ടിരിക്കുമ്പോ then it may divide into 2 daughter cells through mitosis. അവിടെ നടക്കുന്ന സെൽ ഡിവിഷൻ ആണ് മൈറ്റോസിസ്. ഇവിടെ മിയോസിസ് നടക്കത്തില്ല. the mitosis will be taking place here. ഓക്കെ, മൈറ്റോസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ദിസ് ലീഡ്സ് ടു ദിയർ റീപ്രൊഡക്ഷൻ. അവിടെ റീപ്രൊഡക്ഷൻ അല്ലേ നടക്കുന്നത്. കാരണം റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ? അടുത്തൊരു ഓഫ് സ്പ്രിങ് ഉണ്ടാവുന്നതിനാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് മദർ അങ്ങനെ തന്നെ കാണത്തില്ല. മദർ അവരുടെ സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് 2 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. മദർ അവിടെ ഉണ്ടോ ഇനി ബാക്കി? ഇല്ല. സോ അവിടെ റീപ്രൊഡക്ഷൻ സംഭവിച്ചു. സോ ദിസ് ഈസ് ദെയർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ബൈനറി ഫിഷൻ. So mitosis leads to reproduction in unicellular organisms. Unicellular organismത്തിൽ mitosis ആണ് അവരുടെ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവിഷൻ. ഓക്കെ, സോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഡിവിഷൻ സംഭവിക്കുന്നത്, പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഗ്രോത്ത് സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചു. ദ മെരിസ്റ്റമാറ്റിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ്. അല്ലെ, മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ടു ഫോം ന്യൂ സെൽസ്. ആൻഡ് 3 types ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ട്. അപ്പിക്കൽ മെരിസ്റ്റം, intercalary meristem and lateral meristem. And അമീബയുടെ കേസിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് കൺസിഡർ ചെയ്താൽ അമീബയുടെ കേസിൽ ബൈനറി ഫിഷൻ ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ മൈറ്റോസിസ് ലീഡ്സ് ടു റീപ്രൊഡക്ഷൻ ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ മൈറ്റോസിസ് ആണ് അവിടെ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. താങ്ക് യു സോ മച്ച്. Manorama Horizon, learning made simple.